ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ട് പോവാ. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഹീറോയിൻ ഇന്ത്യൻ ഗേളാണ്. ഹീറോയിൻ്റെ പേര് പൂച്ച. നമ്മളെ ഹീറോയിൻ അതെ, നമ്മളെ പൂച്ച എങ്ങനെയാണ് ബി ടി എസ് മെമ്പർ ലവ് ചെയ്യുക, അവർ ടോർച്ച് ലവ് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് സ്റ്റോറി പോയി നോക്കുക. ഓക്കെ, ഹീറോയിൻ ഇന്ത്യൻ ഗേളാണ്. ബി ടി എസ് മെമ്പർ എപ്പോഴും അറിയില്ലെങ്കിൽ കൊറിയൻ ബോയ്സ് ആണ്. 7 പേർ. നമുക്കിപ്പോൾ ഹീറോയിനായിട്ട് നോക്കാം. പൂജക്ക് ടെൻഷനായി. എന്തിനാ അമ്മ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക? എത്ര പറഞ്ഞ മനസ്സിലായില്ല അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ ഡെയിലി ടോർച്ചർ ചെയ്താൽ ഞാൻ എന്താ ചെയ്യാം അമ്മ? എന്നെ പൂജ വഴക്ക് പറയായിരുന്നു അമ്മ. എടി പൂജ, നിൻ്റെ ചേച്ചിക്ക് പെണ്ണും കാണാൻ വരാം എന്ന് പറയുന്നു. പെണ്ണും കാണാൻ വരിക, അതൊക്കെ എനിക്കെന്താ പ്രശ്നം? എന്നെ പൂജ വഴക്ക് പറയായിരുന്നു. പൂജേൻ്റെ ചേച്ചിക്ക് ടെൻഷനായിരുന്നു. എടി പൂച്ച, എന്താണോ ചേച്ചി പ്രശ്നം എന്തുണ്ടു? പൂജ ചേച്ചി പറയായിരുന്നു. പൂജ പറയായിരുന്നു, എന്താ ചേച്ചി നിനക്കെന്ത് പ്രശ്നമുണ്ടോ? എനിക്കെന്ത് ചെയ്യാം? എന്നെ പൂജ കേൾക്കുമായിരുന്നു. പൂജേൻ്റെ അച്ഛൻ വിളുന്ന് വീഴ്ന്ന് ചിരിക്കുമായിരുന്നു പൂജേൻ്റെ കോളത്ത് കണ്ടിട്ട്. പൂജക്ക് ടെൻഷനായിരുന്നു. എന്താ ഡാഡി എന്നെ കണ്ട് ചിരിക്കണേ നിന്നാ? ഇല്ല പൂജ, ഇവളെ കണ്ട് ചിരിക്കാനില്ല, നിന്നെ കൊടുത്ത് ചിരിക്കുക എൻ്റെ പൂജയുടെ അച്ഛന് പറയായിരുന്നു. പൂജക്ക് ടെൻഷനാ. അച്ഛാ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യറില്ല. അറിയൂ എന്നെ പൂജയുടെ ചേച്ചി ജൂലി പറയായിരുന്നു. ഏയ് പൂജ, ഇനി മേലെ എന്നെ കളിയാക്കണ്ട എന്നെ പൂജയുടെ ചേച്ചി ജൂലി പറയായിരുന്നു. ജൂലി പറയുന്നതായിട്ട് ഹീറോ ചിരിക്കായിരുന്നു. ശരി ചേച്ചി ശരി, ഒരു പ്രശ്നമില്ല എന്നെ പൂജ ചിരിക്കായിരുന്നു. പൂജ ചേച്ചി പറഞ്ഞ സ്വന്തം ചേച്ചിയല്ല, ചേച്ചി പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിൻ്റെ ചേട്ടൻ്റെ മകളാണ് ജൂലി. ഹീറോയ്ക്ക് ചേട്ടൻ മാത്രം ഉള്ളതാണ്. ചേട്ടൻ്റെ പേരും എന്ത് പറഞ്ഞ, അതെ ചേട്ടൻ എന്ന് പറഞ്ഞ എന്നിപ്പാ അതെ പൂജക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ്റെ പേര് ടോം. അതെ ടോമാണ്. ടോം എന്ന് വിളിക്കുകയാണ്. ഹീറോയിൻ്റെ ചേട്ടൻ്റെ പേര് ജാക്സൺ എന്ന പേരാണ്. അതെ ജാക്സൺ എന്ന് പേരിട്ടതാണ്. ഹീറോയ്ക്ക് ചേട്ടൻ പറഞ്ഞ ഹീറോയിൻ്റെ മമ്മി പറഞ്ഞ ഒരു കൊറിയൻ ഗേളാണ്. കൊറിയൻ ഗേളിലെ ലവ് ചെയ്ത് മാരേജ് കഴിച്ച ഹീറോയിൻ ഡാഡി ഇന്ത്യൻ ബോയ്. അതെ ജാക്സൺ എന്ന് പേരിട്ടാണ് ഹീറോയിൻ്റെ ചേട്ടനക്ക് മമ്മീന് മതിയാണ്. ചേട്ടന് മമ്മീനെ മതി കുറച്ച്. അങ്ങനെ ജാക്സൺ പറഞ്ഞ മമ്മീനെ മതി ഒരു ക്യാരക്ടർ, സ്വീറ്റ് ക്യാരക്ടറാണ്. ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞ ഡാഡിന് മാതിരി മീടുണ്ടായ ഒരു മമ്മി ക്യാരക്ടറാണ്. നമ്മളെ ഹീറോയി പറഞ്ഞ ഇന്ത്യൻ ക്യൂട്ടായിട്ട് ഗേളാണ്. ഹീറോയ്ക്ക് ഒരു അനിയനുണ്ട്. അനിയൻ പറഞ്ഞ മമ്മീന് മാതിരിയാണ്. അങ്ങനെയായിട്ട് അനിയൻ്റെ പേരാണ് എന്ത് പറഞ്ഞ എന്തിപ്പാ ജിയോ ആണ് പേരാണ്. ജോ പറയായിരുന്നു. മോം ഇങ്ങനെ എപ്പോൾ നോക്കാൻ ടോർച്ചർ ചെയ്യണ്ട, ചേച്ചിക്ക് വേറെ പണിയില്ല. എന്നെ ജോ അനിയൻ പേര് ജോ ആണ്. ജോ എന്ന് വിളിക്കില്ല. ഓക്കെ ഹീറോയിൻ മോം എനിക്ക് ലേറ്റായി ഞാൻ പോവാ എന്ന് പറഞ്ഞു. ജോ പറയുന്നു, ചേച്ചി നീ ഇങ്ങനെ പറഞ്ഞ് പറ്റില്ല ചേച്ചി, നീ എവിടെയൊക്കെ പോവാ എനിക്കറിയോ. ജോ പറയായിരുന്നു. ജോ പറയുന്നതായിട്ട് ഹീറോയ്ക്ക് ടെൻഷൻ. എന്താടാ പ്രശ്നം? ഇല്ല ചേച്ചി, BTS മാമനെ നോക്കാൻ പോകണമല്ലോ, ഞാൻ കൂടെ വരാം എന്ന് ജോ പറയുന്നത്. ഏയ് നീ പറയണ്ടടാ, എനിക്കൊരു ചേച്ചിക്ക് അവരെ തന്നെ ഭയങ്കര പിടിക്കുമല്ലേ ചേട്ടനെ. ഒരു വില ചേച്ചി എനിക്കൊന്ന് ഐഡിയ ചെയ്ത് തരാം. അങ്ങനെ ഒരു കുസു പറയുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ചേട്ടനെ കുറിച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ചേട്ടനൊക്കെയായിരുന്നോ ഹീറോയുടെ ചേട്ടനെ? എന്താ ചെയ്യാൻ പോവാ? റൂമിൻ്റെ അകത്ത് പോയിട്ട് ഒന്നില്ല ചേട്ടാ, ഞാനിവരെ കൂടെ ഡൗട്ട് ചോദിക്കാൻ പോവാ, പഠിക്കാനുണ്ട്. ശരിപ്പാ പടി, നിന്നെ പോലെ എനിക്ക് നമ്പിക്കില്ലല്ലോ എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ അനിയനെ നോക്കാമായിരുന്നു. ഒന്നില്ല ചേട്ടാ ചുമ്മാ ചോക്കൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. 2 പേര് റൂമിൽ പോയായിരുന്നു. ശരി ഇവരെന്ത് വേണം ചേട്ടൻ എന്നെ പറഞ്ഞു. ഹീറോയിൻ്റെ ചേച്ചിക്ക് മാരേജ്. ജൂലി ചേച്ചി പറയായിരുന്നു. എടാ എന്താ ഈ ചേച്ചി വിളിക്കായിരുന്നല്ലേ? എന്താ ചേച്ചി? ഓക്കെടാ, എനിക്ക് മാരേജ് ചെയ്ത കാര്യമൊന്നും അറിയില്ല. അതെ ചേച്ചി. അങ്ങനെയായിട്ട് പെണ്ണ് നോക്കിയിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് ജൂലിനെ പോയായിരുന്നു. ജൂലിക്ക് മാരേജ് ഓക്കെയാണ്. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു ജൂലി. ഓക്കെ ജൂലിക്ക് മാരേജ്. ജൂലി ചേച്ചി ശരി. ജൂലി ചേച്ചി മാരേജ് എല്ലാവർക്കും ഇപ്പം മിയ വന്ന് പൂജ വന്ന് റൂമിൻ്റെ അകത്ത് വരുന്നു. BTS സൗണ്ട് പ്രൂഫ് റൂമാണ്. BTS മെമ്പർ സോങ്സ്
എന്ത് പറഞ്ഞ പൂജ അത് നോക്കി എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പൂജൻ്റെ കൂടെ അനിയനും ആഹാ ഭയങ്കര സൂപ്പറായിട്ട് ചേച്ചി, ഇവരെ കാണാൻ സൂപ്പറാണ് ചേച്ചീൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പറയുന്നത്. ഹീറോ എങ്ങനെ പറയുന്നത്, ഇവിടെ 7 വരെ ഹസ്ബൻഡ് എനിക്ക് ഇവരെ പിടിക്കും, എന്നെ കോളേജിൽ ഭയങ്കര ഒരാളാക്കാൻ. ഹീറോയിൻ്റെ അനിയനും അതേമാരെ ഇവരെല്ലാം എൻ്റെ മാമാസ് എൻ്റെ മച്ചന്മാർ എന്ന് പറഞ്ഞു ഭയങ്കര കോളേജിൽ അല്ല സ്കൂളിൽ ഇങ്ങനെ ആക്കിയോണ്ടിരിക്കുക ഹീറോയിൻ്റെ അനിയൻ. ഹീറോ കോളേജിൽ ഭയങ്കര ഒരാൾ മറിയാക്കായിരുന്നു. ശരി ഓക്കെ. അങ്ങനെ ഇപ്പം ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, പൂജ നിൻ്റെ ഒരു കാര്യം പറയാനുണ്ടോ. പൂജ കേട്ടായിരുന്നു, എന്താടി പ്രശ്നം മച്ചി, ഞാൻ ഒരു കാര്യം പറയാം, നീ ഷോക്കാവാൻ പാടില്ല. അങ്ങനെ ഹീറോയിൻ അങ്ങനെ ഫുഡ് ജ്യൂസും അതെ ഒരു ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടുള്ളതാണ്. ഫ്രണ്ട് പറയായിരുന്നു മച്ചി നീ ഒരു ഷോക്കായിരുണ്ട എന്ന് പറയും. എന്തുകൊണ്ട് എൻ്റെ വീട് ഷോക്കാവണ്ട പറയാ പറയടി എന്ന് പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഫാത്തിമ പറയാൻ തുടങ്ങി, എടി BTS മെമ്പർ വരാൻ പോവാ എന്ന് പറയാം. വരട്ടെ എനിക്കെന്താ എന്താ നീ പറഞ്ഞ BTS മെമ്പർ പറഞ്ഞ അനിയനെ ജ്യൂസ് കുടിക്കുന്നതിന് എന്താ വരാൻ പോവാ. അതെടി എവിടെ എന്ന് പറയായിരുന്നു. എനിക്ക് അവർ നേരിൽ കാണുന്നത് ഭയങ്കര കൊതിയാണെന്നുണ്ട്. അതാണ് ഒരു പ്രശ്നമുണ്ടടി. എന്ത് പ്രശ്നം, അവർ വരുന്ന ഇവിടേക്കല്ലടി. എവിടേക്കടി വരുന്നത് എടി മണ്ടി, അവർ വരുന്നത് തമിഴ്നാട്ടിലേക്കടി എന്ന് പറയാം. തമിഴ്നാട്ടിൽ ഒരു പ്ലേസ് പറഞ്ഞു, എന്താ അവിടേക്കാ. ഇപ്പം ഞാൻ എന്താ ചെയ്യാം, ഞാൻ ഹീറോയിൻ വീട്ടിൽ സാഡായിരുന്നു. അതടി അവർക്ക് അവർ വരുന്നത്. ഇപ്പം ഞാൻ എന്താടി ചെയ്യാം, ഞാൻ ഹീറോയിൻ വീട്ടിൽ സാഡായിരുന്നു. അവിടേക്ക് വരാം. അതുമാത്രമല്ലടി അങ്ങോട്ട് പോകാനാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടി പ്രശ്നം പറയടി, എനിക്ക് പോകണോ എന്നെ ഹീറോ കരയാൻ തുടങ്ങി. ഹീറോയുടെ ഫ്രണ്ട് സമ്മതാക്ക, ശരിടി ടെൻഷൻ ആക്കാണ്ട, നമ്മൾ അവിടേക്ക് പോവാ. അതിന് ചെറിയൊരു പ്രശ്നമാണ്. നീ മമ്മിയുടെ ഡാഡിനെ എന്ത് പറഞ്ഞു വരാം. എനിക്കാൾ കിട്ടി ഇങ്ങനെ ഹീറോ അവർക്കായിരുന്നു. ശരി ഞാനും പോകുന്നുണ്ട്. പിന്നെ ഹീറോയുടെ ഫ്രണ്ട് പറയായിരുന്നു, ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തുടി. അതുകൊണ്ടടി എൻ്റെ ഡാഡി അവർക്ക് എനിക്ക് ഓൾറെഡി ടിക്കറ്റ് തന്നിട്ടുണ്ട്, നീ പോകുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്താ ചെയ്യുക, എന്നെ രണ്ടുപേരും ഭയങ്കര സാഡായിരുന്നു. അപ്പം ഒരു വോയിസ് കേട്ടായിരുന്നു. തിരിഞ്ഞൊക്കെ ഹീറോയിൻ്റെ ചേട്ടനായിരുന്നു. എല്ലാം ഞാൻ കേട്ടു എന്ന് പറയായിരുന്നു. ചേട്ടാ അത് ശരി ഓക്കെ, നിൻ്റെ കൂടെ ഞാൻ വരാം തമിഴ്നാട്ടിലേക്ക്. എനിക്കൊരു പോകാനൊരു ആഗ്രഹമുണ്ട് തമിഴ്നാട്ടിലേക്ക്. ഹീറോയുടെ ചേട്ടൻ പറഞ്ഞു, വിഷമിക്കണം, നിൻ്റെ കൂടെ ഞാൻ വരാം. എന്നെ ഹീറോയിലോട് ചേട്ടൻ പറഞ്ഞു, ചേട്ടാ താങ്ക് യു ഒന്നും പറയണ്ട, ഞാൻ കൂടെ വരാം എന്നെ ചേട്ടൻ സമ്മതിച്ചായിരുന്നു. ചേട്ടനെ കുറിച്ച് ഇവിടെ ഇരുന്ന് ബോറടിക്കാം, ഞാൻ എൻ്റെ കൂടെ ട്രിപ്പ് മാറി വരാം എന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു. താങ്ക് യു ചേട്ടാ, ശരി ഓക്കെ.